ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് പാലട പായസമാണ്. അത് പിങ്ക് കളറുള്ള പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായതിനു ശേഷം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മീഡിയത്തിൽ ഇടുക കേട്ടോ ഫ്ലെയിം. അത് നമുക്ക് എന്ത് ചെയ്യണം, കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഫ്ലെയിം കൂട്ടി വയ്ക്കേണ്ട, അപ്പോൾ അത് കരിഞ്ഞു പോകും. അത് മെല്ലെ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ മീഡിയത്തിലോട്ടിട്ട് മെല്ലെ അങ്ങനെ മെൽറ്റാക്കി എടുക്കുക. നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. മെല്ലെ ഇളക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ മെൽറ്റായിട്ട് വരും. നേരെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം. കളർ നമ്മൾ ശർക്കരയുടെ ഒക്കെ കളറില്ല, ശർക്കര ഒരിക്കൽ കിട്ടുന്ന കളർ, ആ ഒരു കളറായി വരുമ്പോൾ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ബലം വെച്ച് വരും. അത് വെള്ളം ചൂടായാൽ തന്നെ അത് ഓട്ടോമാറ്റിക് അതും അലിഞ്ഞു പോകും കേട്ടോ. നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു 1/2 ലിറ്ററിൻ്റെ അടുത്ത് പാല് എടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഈ പാല് മാത്രമേ തന്നെ ഒഴിക്കുന്നുള്ളൂ. ഇത് വെള്ളം ഇനിയിപ്പോൾ നന്നായിട്ട് ഈ പാലൊന്ന് നല്ല തിളച്ച് വരണം കേട്ടോ. ആ തിളച്ച് വരുന്നവരെ കൈ എടുക്കാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് പാലടയുടെ പായസം മിക്സ് ഇല്ലേ, അതാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പല ബ്രാൻഡിലും വാങ്ങാൻ കിട്ടും. ഞാൻ ഇപ്പം നെല്ലാരുടെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഡബിൾ ഹോഴ്സ് ഉണ്ട്, പല ബ്രാൻഡും ഇല്ലേ. അപ്പോൾ അത് വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണെങ്കിൽ പൊടിച്ച പാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതിൽ ഞാൻ ഓരോ സ്പൂണെല്ലാം ഇട്ട് കൊടുക്കുക. ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അടുത്താണ്. ഈ ഒരു പാക്കറ്റ് മിക്സ് മാത്രം ഇതിൽ ചേർത്താൽ മതിയില്ല, കാരണം ഇതിൽ തന്നെ കാഷ്യൂനട്ടും മുന്തിരിയും അതുപോലെ തന്നെ ഏലക്കയുടെ പൊടി, പഞ്ചസാരയും ആ പാലട എല്ലാം മിക്സായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ നമുക്കൊന്നും ഇതിൽ ഈ പായസം നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പാക്കറ്റിൽ തന്നെ എല്ലാം ഉണ്ട്. അത് ഫുള്ളായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കണം കേട്ടോ. ഇളക്കി കൊടുത്തോണ്ട് നിൽക്കണം. ഇളക്കി കൊടുക്കാതെ അങ്ങനെ നമ്മളത് ആണ് വെച്ച് പോന്നാൽ ചിലപ്പോൾ അതങ്ങനെ പാല് പിരിഞ്ഞ പോലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കുക. ഇത് ഇളക്കി കൊടുത്ത് ഇങ്ങനെ നല്ല പാലിങ്ങനെ വറ്റിയ പോലെ വരുന്ന സ്റ്റേജ് വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ട് നിൽക്കുക കേട്ടോ. ഇത് ലൂസാക്കി എടുക്കേണ്ട. പായസം കുറച്ച് കുറുകിയ ടൈപ്പിൽ എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ കല്യാണത്തിനൊക്കെ കിട്ടുന്ന സദ്യയിൽ കിട്ടുന്ന ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇളക്കി കൊടുത്തു നോക്കുമ്പോൾ പാലിങ്ങനെ വറ്റി വരുന്നുണ്ട്. ആ പാലിങ്ങനെ വറ്റി വരുമ്പോൾ തന്നെ അതിൻ്റെ കളർ ഓട്ടോമാറ്റിക് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് ആ പിങ്ക് കളർ വരുന്നത് അപ്പോഴാണ് കേട്ടോ. അതാ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നിന്നാൽ നമ്മൾ പായസം നല്ല സെറ്റായി ആ ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും, അതുപോലെ തന്നെ കളറും കിട്ടും കേട്ടോ. ഇനി നമുക്ക് അങ്ങനെ ഒന്ന് വെറ്റി തിളച്ച് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി അതൊന്ന് മെൽറ്റാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതാ നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണമെങ്കിൽ ഇത്ര ലൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഒന്നുകൂടി നമ്മൾ ഓഫ് ചെയ്തൊക്കെ ഇട്ട് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് തിക്കാവും കേട്ടോ. പായസം ഇരിക്കും തോറും ഒന്നുകൂടി തിക്കാവും. നമ്മുടെ പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി പിങ്ക് കളറിലെ പായസം ഉണ്ടാക്കാൻ അറിയില്ല എന്നാരും പറയണ്ട. അത് പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈസിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നുകൂടി നിങ്ങൾക്ക് വറുത്തിടാം. അപ്പോൾ സദ്യയൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലാട്ടോ ഈ പായസം കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.